പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം ആദ്യഘട്ടത്തിൽ സ്വാഭാവികമാണെന്ന് കരുതിയെങ്കിലും 1.5 വർഷത്തിന് ശേഷം അതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് കൃത്യമായ തെളിവുകളോടുകൂടി പ്രതികളിലേക്ക് എത്തിയിരിക്കുന്നത്. ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമാണെന്നും 596 പവൻ സ്വർണം കൈക്കലാക്കിയതിന് ശേഷം പ്രതികൾ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയതാണെന്നും പോലീസ് പറയുന്നു. 3 സ്ത്രീകളടക്കം 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് മേൽപ്പറമ്പിൽ താമസിക്കുന്ന ഉബൈസാണ് ഒരാൾ. ഉബൈസിൻ്റെ ഭാര്യയും ജിന്നുമ്മ എന്നറിയപ്പെടുന്ന മന്ത്രവാദിനിയുമായ ഷമീമ എന്ന 38-കാരിയാണ് 2ാം പ്രതി. ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട അസ്നിഫയാണ് 3ാം പ്രതി. വിദ്യാനഗർ സ്വദേശിനി ആയിഷയാണ് 4ാം പ്രതി. ആഭിചാര പ്രക്രിയയുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയതിന് ശേഷം ഗഫൂർ ഹാജിയുടെ തലയിൽ ഒരു പ്രത്യേക വസ്ത്രം അണിയിക്കുന്നു. അതിനുശേഷം ഭിത്തിയിൽ തലയടിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു. സംഭവ ദിവസം ഗഫൂർ ഹാജി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ സ്വാഭാവിക മരണമെന്ന് കരുതി വീട്ടുകാർ ഖബറടക്കുകയും ചെയ്തു. എന്നാൽ ഗഫൂർ ഹാജിയുടെ മരണത്തിന് ശേഷം ബന്ധുക്കളായ ചിലർ വീട്ടിലെത്തി. മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തങ്ങളുടെ കയ്യിൽ നിന്ന് ഗഫൂർ ഹാജി കുറച്ച് സ്വർണം വാങ്ങിയിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു. 12 പവനും 19 പവനും അടക്കം ഗഫൂർ ഹാജി മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് പലരുടെ കയ്യിൽ നിന്നും വാങ്ങിയതായി വീട്ടുകാർക്ക് മനസ്സിലായി. അതുകൂടാതെ വീട്ടിലുണ്ടായിരുന്ന സ്വർണവും ചേർത്ത് 596 പവനാണ് ഉണ്ടായിരുന്നത്. സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുള്ള ഗഫൂർ ഹാജി എന്തിനാണ് ഇത്രയും സ്വർണം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയതെന്നാണ് വീട്ടുകാർക്ക് സംശയം. ഇതോടെയാണ് സംഭവത്തിൽ ദുരൂഹതയേറിയത്. ജില്ലാ പോലീസ് മേധാവി D. ശില്പയുടെ നിർദ്ദേശപ്രകാരം DYSP KJ ജോൺസൺ, KP ഷൈൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയതും പ്രതികളെ പിടിച്ചതും. തൻ്റെ പിതാവിൻ്റെ മരണത്തിലും ആഭരണങ്ങൾ കാണാതായതിനു പുറകിലും ജിന്നുമ്മയെയും അവരുടെ ഭർത്താവിനെയും സംശയമുണ്ടെന്ന് ഗഫൂറിൻ്റെ മകൻ്റെ പരാതിയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ രഹസ്യാന്വേഷണത്തിലാണ് മനസ്സിലാവുന്നത് ജിന്നുമ്മയുടെ സഹായികളായി പ്രവർത്തിക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വലിയ തുക വന്നെത്തിയതായി പോലീസിന് മനസ്സിലായി. ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയ ഈ വലിയ തുകയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് കൃത്യമായ മറുപടി പോലീസിനോട് പറയാൻ പറ്റിയില്ല. അവർ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് നൽകിയത്. തുടർന്നാണ് അക്കൗണ്ടിലെ മുഴുവൻ വിവരങ്ങളും പോലീസ് ബാങ്കിൽ നിന്ന് ശേഖരിക്കുന്നത്. വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ആരോപണ വിധേയരായ സ്ത്രീകളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയും അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. വാടക വീട്ടിൽ താമസിക്കുന്ന ഇവർ വലിയ ആഡംബര വാഹനങ്ങളാണ് യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്നത്. ഇതിനുള്ള സാമ്പത്തിക സ്രോതസ്സ് ഇവർക്ക് എവിടെ നിന്ന് ആണ് കിട്ടിയിരിക്കുന്നതെന്നാണ് പോലീസിൻ്റെ സംശയം. വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ചിലർ ഒറ്റ ദിവസം കൊണ്ടാണ് ലക്ഷങ്ങളടച്ച് വാഹന വായ്പ തീർത്തത്. ജിന്നുമ്മയുടെ സംഘത്തിലുള്ള ചിലരുടെ ഫോൺ ലൊക്കേഷനുകൾ സംഭവ ദിവസം പൂച്ചക്കാട് പ്രദേശത്ത് കണ്ടെത്തിയതും പോലീസിന് സംശയത്തിന് കാരണമായി. തുടർന്നാണ് ഗഫൂർ ഹാജിയും ജിന്നുമ്മയും വാട്സപ്പിൽ കൈമാറിയ സന്ദേശങ്ങൾ പോലീസിന് കിട്ടിയത്. പിന്നീട് ജിന്നുമ്മയെ പറ്റിയുള്ള പോലീസിൻ്റെ അന്വേഷണത്തിലാണ് അവർക്ക് മനസ്സിലാവുന്നത് അവർ ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളാണെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് തീരപ്രദേശത്തെ ഒരു പ്രവാസിയെ ഹണി ട്രാപ്പിൽ കുടുക്കി ആഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ 14 ദിവസം ഈ ജിന്നുമ്മ ജയിലിൽ കിടന്നിട്ടുണ്ട്. അന്നൊപ്പം നിന്നവരാണ് ഇന്ന് അവരുടെ ആത്മീയ സംഘത്തിൽ കൂടെയുള്ളതെന്നും പോലീസ് കണ്ടെത്തി. കാസർഗോഡ് ജില്ലയിലെ സമ്പന്നരായ പലരുടെയും വീടുകളിൽ ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഗൾഫിൽ നിരവധി സൂപ്പർ മാർക്കറ്റുകളും സംരംഭങ്ങളും ഒക്കെയുള്ള ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു ഗഫൂർ ഹാജി. സ്വർണം ഇരട്ടിച്ച് നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൽ ഗഫൂറിൻ്റെ വീട്ടിൽ വെച്ച് പ്രതികൾ മന്ത്രവാദം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. സ്വർണം മുന്നിൽ വെച്ചായിരുന്നു ഈ മന്ത്രവാദം നടത്തിയത്. ഒടുവിൽ ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയാണ് അബ്ദുൽ ഗഫൂറിനെ അവർ കൊന്നത്. 596 പവൻ സ്വർണമാണ് ജിന്നുമ്മയും കൂട്ടരും കവർന്നെടുത്തത്. ഏപ്രിൽ 13 അർദ്ധരാത്രിയാണ് ഗഫൂർ ഹാജിയുടെ മരണം നടക്കുന്നത്. അതൊരു റമളാൻ മാസമായിരുന്നു. അന്ന് വൈകിട്ട് വരെ ആ വീട്ടിൽ ഗഫൂർ ഹാജിയുടെ ഭാര്യയും മകളും മരുമകളും അദ്ദേഹത്തോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം മരുമകൾ അവരുടെ വീട്ടിലേക്കും ഭാര്യയും മകളും മറ്റൊരു സ്ഥലത്തേക്കും പോവുകയുണ്ടായി. റമളാൻ മാസമായതുകൊണ്ട് നോമ്പ് തുറക്ക് വരുന്നില്ല, താൻ പുലർച്ചെ എത്തിക്കോളാമെന്നാണ് ഗഫൂർ ഹാജി പറഞ്ഞത്.
എന്നാൽ പറഞ്ഞ സമയത്ത് കാണാതായതോടുകൂടി ഭാര്യ ഷെരീഫ ഫോണിൽ വിളിക്കുകയും ഫോണിൽ കിട്ടാതെ വരികയും ചെയ്തു. തുടർന്ന് പുലർച്ചെ വീട്ടുകാർ വീട്ടിലെത്തുകയും ബെഡ്റൂമിൽ അദ്ദേഹം മരിച്ചു കിടക്കുകയും ചെയ്യുന്നതാണ് കണ്ടത്. സാധാരണ കിടക്കാറുള്ള മുറിയിലല്ല അന്ന് അദ്ദേഹത്തെ കണ്ടതെന്നും മുഖത്ത് നീല നിറമുണ്ടായിരുന്നുവെന്നും ഭാര്യ പറയുന്നു. എന്നിരുന്നാലും സ്വാഭാവിക മരണം എന്ന് കരുതിയാണ് ഖബറടക്കിയത്. പിന്നീട് 2023 ഏപ്രിൽ 27 ഗഫൂർ ഹാജിയുടെ മൃതദേഹം ഖബറിടത്തിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുകയും ആ പോസ്റ്റ്മോർട്ടത്തിൽ തലയ്ക്കടിയേറ്റതാണ് മരണകാരണമെന്ന് കാണുകയും ചെയ്തു. തുടർന്ന് കുടുംബത്തിൻ്റെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുകയും ഗഫൂറിൽ നിന്ന് കാണാതായ 596 പവൻ സ്വർണം ഇപ്പോൾ എവിടെയുണ്ട് എന്നുമുള്ള അന്വേഷണമാണ് പ്രതികളിലെത്തിച്ചേർന്നത്. ആഭിചാരക്രിയകൾ നടത്തുന്ന സംഘമാണ് മരണത്തിന് പിന്നിലെന്ന് തുടക്കം മുതൽ തന്നെ ഗഫൂറിൻ്റെ ബന്ധുക്കളും ആക്ഷൻ കമ്മിറ്റിയും പോലീസിനോട് പറയുകയുണ്ടായി. മരിച്ച ഗഫൂർ ഹാജിയിൽ നിന്നും വാങ്ങിയ സ്വർണവും പണത്തിൻ്റെ രേഖകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്.